ഗുഡ് മോർണിംഗ്. ഇലക്ട്രിക്കൽ മെഷർമെൻറ്റ്സ് ലാബിൻ്റെ അടുത്ത സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ അടുത്ത എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്യുവാണ്. ഇന്നത്തെ ലാബ് നമുക്കായിട്ട് കണ്ടക്ട് ചെയ്ത് തന്നിരിക്കുന്നത് നമ്മുടെ ഷാജിമോൻ സാറും രജീഷ് സാറോടെ ചേർന്നാണ്. നമ്മുടെ ഇന്നത്തെ എക്സ്പെരിമെൻറ്റ് ടു മെഷർ ദ ഇംപെഡൻസ് ആൻഡ് റെസിസ്റ്റൻസ് ഓഫ് എ കോയിൽ ആൻഡ് കമ്പ്യൂട്ട് ഇൻഡക്റ്റൻസ്, ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ്, പവർ ഫാക്ടർ ആൻഡ് പവർ ഫാക്ടർ ആംഗിൾ. നമുക്കൊരു കോയിൽ നമ്മൾ എടുത്തിട്ട് ഒരു റെസിസ്റ്ററും ഇൻഡക്റ്റൻസും കൂടെ ഉള്ള ഒരു RL കോയിൽ നമ്മൾ എടുത്തിട്ട് ആ കോയിലിൻ്റെ ഇമ്പിഡൻസും റെസിസ്റ്റൻസും നമ്മൾ മെഷർ ചെയ്യുന്നു. ആ മെഷർ ചെയ്ത് കിട്ടിയ വാല്യൂവിൽ നിന്ന് നമ്മൾ നമ്മുടെ കോയിലിൻ്റെ ഇൻഡക്റ്റൻസ്, ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ്, പവർ ഫാക്ടർ എത്രയാണ്, അതേപോലെ പവർ ഫാക്ടർ ആംഗിൾ എത്രയാണ്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ കമ്പ്യൂട്ട് ചെയ്തെടുക്കുന്നു. അപ്പം ഒരു സർക്യൂട്ടിൽ ഒരു ഡിവൈസ് അല്ലെങ്കിൽ ഒരു കമ്പോണൻറ്റ് ഓഫർ ചെയ്യുന്ന ഇമ്പിഡൻസ്, അത് റെസിസ്റ്റൻസ് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നിങ്ങൾ ഇതിനകം പഠിച്ചു കണ്ടിരിക്കും. FSCക്കകത്തൊക്കെ നിങ്ങളത് പഠിച്ചതാണ്. ഇമ്പിഡൻസ് എന്നുള്ള ടൈം വരുന്നത് AC സർക്യൂട്ട് മാത്രമാണ്. ഒരു AC സർക്യൂട്ടിൽ ഒരു കമ്പോണൻറ്റ് കറണ്ടിൻ്റെ ഫ്ലോയ്ക്ക് ഓഫർ ചെയ്യുന്ന ഒപ്പോസിഷനാണ് ഇമ്പിഡൻസ് പറയുന്നത്. അതേസമയം ഒരു DC സർക്യൂട്ട് ഈ ഒപ്പോസിഷൻ നമ്മൾ റെസിസ്റ്റൻസ് തന്നെയാണ് പറയുന്നത്. AC സർക്യൂട്ടിൽ ഈ ഒപ്പോസിഷന് റെസിസ്റ്റൻസ് മാത്രമല്ല റിയാക്റ്റൻസ്, അതായത് ഒന്നെങ്കിൽ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് അല്ലെങ്കിൽ കപ്പാസിറ്റീവ് റിയാക്റ്റൻസ്, ഇതും കാരണമാകും. നമ്മുടെ റെസിസ്റ്റൻസും റിയാക്റ്റൻസും കൂടെ ചേർന്നുള്ള വെക്റ്റർ സമ്മിനാണ് നമ്മൾ ഇമ്പിഡൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു കോയിലിൽ ഇമ്പിഡൻസും റെസിസ്റ്റൻസും നമ്മൾ മെഷർ ചെയ്യുന്ന മെത്തേഡാണ് ഈ എക്സ്പെരിമെൻറ്റ് നമ്മൾ ചെയ്യുന്നത്. ആദ്യം നമ്മൾ ഇമ്പിഡൻസ് മെഷർ ചെയ്യുന്ന സർക്യൂട്ടാണ്. അപ്പോൾ ഇമ്പിഡൻസ് മെഷർ ചെയ്യാൻ നേരത്തെ പറഞ്ഞത് AC സർക്യൂട്ട് മാത്രമേ നമുക്ക് ഇമ്പിഡൻസ് മെഷർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഇവിടെ സപ്ലൈ വോൾട്ടേജ് ആയിട്ടൊരു സിംഗിൾ ഫേസ് 230 വോൾട്ട് AC സപ്ലൈ ആണ് കൊടുക്കുന്നത്. അതേപോലെ നമ്മുടെ കോയിലായിട്ട് ഒരു ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറി കോയിലും അതേപോലെ റെസിസ്റ്റൻസ് ആയിട്ട് ഒരു റിയോസ്റ്റായിട്ട് നമ്മൾ ഫിക്സഡ് പൊസിഷൻ നമ്മൾ കണക്ട് ചെയ്യുന്നു. ഇതാണ് ഈ രണ്ടുകൂടെ ചേർന്നാണ് നമ്മൾ RL കമ്പോണൻറ്റ് RL സർക്യൂട്ട് വരുന്നത്. ഈ RL സർക്യൂട്ടിൻ്റെ അല്ലെങ്കിൽ ഈ RL കമ്പോണൻറ്റിൻ്റെ ഇംപെഡൻസ് ആണ് നമുക്ക് മെഷർ ചെയ്യേണ്ടത്. ഇംപെഡൻസ് പറഞ്ഞാൽ വോൾട്ടേജ് ബൈ കറണ്ട്. അപ്പോൾ നമുക്ക് വോൾട്ടേജ് മെഷർ ചെയ്യാൻ വേണ്ടി നമ്മളൊരു വോൾട്ട് മീറ്റർ ഇവിടെ കണക്ട് ചെയ്യുന്നു. അതേപോലെ കറണ്ട് മെഷർ ചെയ്യാൻ വേണ്ടി ഒരു അമ്മീറ്റർ ഇവിടെ കണക്ട് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ നമ്മുടെ ഓട്ടോ ട്രാൻസ്ഫോമറിൽ നമ്മുടെ ഓട്ടോ ട്രാൻസ്ഫോമർ അഡ്ജസ്റ്റ് ചെയ്ത് പല റീഡിങ്ങിലും, പല വോൾട്ടേജ് റീഡിങ്ങിലും കറണ്ട് റീഡിങ് മെഷർ ചെയ്യുന്നു. അതിനനുസരിച്ച് അതിൽ നിന്ന് നമുക്ക് വോൾട്ടേജ് ബൈ കറണ്ട് ചെയ്ത് നമുക്ക് ഈ സർക്യൂട്ടിന് ഇംപെഡൻസ് കിട്ടും. നമ്മൾ ഇത് മെഷർ ചെയ്യുമ്പം ആദ്യം നമ്മൾ ചെറിയൊരു വോൾട്ടേജ് എടുക്കുന്നു, അതിൻ്റെ കറണ്ട് നമ്മൾ എഴുതിയെടുക്കുന്നു. വീണ്ടും അടുത്ത വോൾട്ടേജ് എടുക്കുന്നു, കറണ്ട് എഴുതിയെടുക്കുന്നു. അങ്ങനെ 3-4 റീഡിങ് നമ്മൾ എടുക്കുന്നു. എന്നിട്ട് ഓരോന്നിൻ്റെയും ഇംപെഡൻസ് നമ്മൾ മെഷർ ചെയ്തെടുക്കുന്നു. എന്നിട്ട് ഈ 4 എണ്ണത്തിൻ്റെയും കൂടെ ആവറേജ് എടുത്തേക്ക് നമ്മൾ ഈ RL കോയിലിൻ്റെ ആവറേജ് ഇംപെഡൻസ് ആയിട്ട് നമ്മൾ എഴുതുന്നത്. റെസിസ്റ്റൻസ് മെഷർ ചെയ്യണം. റെസിസ്റ്റൻസ് മെഷർ ചെയ്യാൻ റെസിസ്റ്റൻസ് എന്താ നേരത്തെ പറഞ്ഞിരുന്നു, ഒരു DC സർക്യൂട്ട് ഓഫർ ചെയ്യുന്ന ഒരു കമ്പോണൻറ്റ് ഓഫർ ചെയ്യുന്ന കറണ്ടിൻ്റെ ഒപ്പോസിഷനാണ്. നമുക്ക് റെസിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ AC സപ്ലൈക്ക് ഒരു DC സപ്ലൈ കൊടുക്കുന്നു. അപ്പോൾ ഈ DC സപ്ലൈക്ക് ഓഫർ ചെയ്യുന്ന ഒപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് ആണ്. ഈ ഒപ്പോസിഷൻ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു അമ്മീറ്ററും കറണ്ട് മെഷർ ചെയ്യാൻ വേണ്ടി അമ്മീറ്ററും വോൾട്ടേജ് മെഷർ ചെയ്യാൻ വേണ്ടി വോൾട്ട് മീറ്റർ വയ്ക്കുന്നു. നമ്മുടെ പഴയ RL കോയിൽ, നമ്മുടെ റിയോസ്റ്റാറ്റും ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറിയോടെ ചേർന്ന കോയിൽ നമ്മളിവിടെ കണക്ട് ചെയ്തിട്ട് പല വാല്യൂവിൽ, അപ്പോൾ നമ്മുടെ ഒരു DC സപ്ലൈ ഉപയോഗിച്ച് നമ്മൾ നമ്മുടെ വാല്യൂ DC വാല്യൂ വേരി ചെയ്ത് പല വോൾട്ട് മീറ്റർ റീഡിങ്, പല അമ്മീറ്റർ റീഡിങ് എടുത്ത് നമ്മൾ ഓരോ വാല്യൂവിൻ്റെയും റെസിസ്റ്റൻസ് മെഷർ ചെയ്യുന്നു. അപ്പോൾ നമ്മളിതിൻ്റെ ടാബ്ലറ്റ് കോളം നോക്കിയാൽ ആദ്യം നമ്മളൊരു ചെറിയ വോൾട്ടേജ് അപ്ലൈ ചെയ്ത് അതിൻ്റെ കറണ്ട് മെഷർ ചെയ്യുന്നു. ഈ രണ്ടും ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് റെസിസ്റ്റൻസ് കിട്ടി. അങ്ങനെ നമ്മൾ നമ്മുടെ DC സപ്ലൈ വേരി ചെയ്ത് കറണ്ടിൻ്റെ വോൾട്ടേജിൻ്റെയും കറണ്ടിൻ്റെയും വാല്യൂ നമ്മൾ നോട്ട് ചെയ്തെടുക്കും. ആ നോട്ട് ചെയ്തെടുത്ത വാല്യൂ നമ്മൾ വോൾട്ടേജ് ബൈ കറണ്ട് ചെയ്താൽ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ കിട്ടി. അങ്ങനെ 3-4 റീഡിങ് നമ്മൾ എടുത്തതിന് ശേഷം കാൽക്കുലേറ്റ് ചെയ്ത എല്ലാ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ കൂടെ ആവറേജ് കണ്ടുപിടിച്ച് നമുക്ക് നെറ്റ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ആവറേജ് റെസിസ്റ്റൻസ് കിട്ടി. ഇപ്പോൾ ഇത്രയും ചെയ്തപ്പോൾ നമുക്ക് ആവറേജ് റെസിസ്റ്റൻസും കിട്ടി, നേരത്തെ AC സപ്ലൈ ചെയ്തപ്പോൾ ആവറേജ് ഇംപെഡൻസും കിട്ടി. ഇനി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത ഇംപെഡൻസും റെസിസ്റ്റൻസും വെച്ച് നമുക്ക് ബാക്കി കണ്ടുപിടിക്കേണ്ട ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ്, ഇൻഡക്റ്റൻസ്, പവർ ഫാക്ടർ ആംഗിൾ, ഈ 4 ടൈം നമുക്ക് കണ്ടുപിടിക്കണം. നമ്മളൊരു AC സർക്യൂട്ടിൽ നമ്മൾ വോൾട്ടേജ് ബൈ കറണ്ട് മെഷർ ചെയ്തപ്പോൾ നമുക്ക് ഇംപെഡൻസ് കിട്ടി. അതേപോലെ DC സർക്യൂട്ടിൽ നമ്മൾ വോൾട്ടേജ് ബൈ കറണ്ട് ചെയ്തപ്പോൾ നമുക്ക് റെസിസ്റ്റൻസ് കിട്ടി. ഇനി ഈ 2 ടൈം ഉപയോഗിച്ച് നമ്മൾ എങ്ങനെയാണ് ഇൻഡക്റ്റൻസ് കണ്ടുപിടിക്കേണ്ടത്? ഇൻഡക്റ്റൻസും റിയാക്റ്റൻസും ഇംപെഡൻസുമുള്ള റിലേഷൻ എന്താണ്? റെസിസ്റ്റൻസ് സ്ക്വയർ പ്ലസ് റിയാക്റ്റൻസ് സ്ക്വയർ ആണ് ഇംപെഡൻസ് സ്ക്വയർ. അതിൽ നമുക്ക് ഇൻഡക്റ്റൻസ് റിയാക്റ്റൻസ് എക്സിൽ എങ്ങനെ എഴുതാം?
റൂട്ട് ഓഫ് ഇംപിഡൻസ് സ്ക്വയർ മൈനസ് റെസിസ്റ്റൻസ് സ്ക്വയർ. എക്സ് എൽ എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് ഇംപിഡൻസ് സ്ക്വയർ മൈനസ് റെസിസ്റ്റൻസ് സ്ക്വയർ. ഇതിൽ നമുക്ക് ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് കിട്ടി. ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത് കണ്ടുപിടിക്കാൻ പറ്റുന്ന ടൈം ഏതാണ്? ഇൻഡക്റ്റൻസ് ആണ്. ഇൻഡക്റ്റീവ് റിയാക്റ്റൻസും ഇൻഡക്റ്റൻസ് തമ്മിലുള്ള റിലേഷൻ എന്താണ്? എക്സ് എൽ ഈക്വൽ ടു 2π FL, അതായത് 2π ഇൻറ്റു സപ്ലൈ ഫ്രീക്വൻസി. സപ്ലൈ ഫ്രീക്വൻസി എത്രയാണ്? 50 ഹെർട്സ്. 2π ഇൻറ്റു 50 ഇൻറ്റു L ചെയ്താൽ നമുക്ക് ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് കിട്ടും. ഇത് നമുക്ക് എക്സ് എല്ലിൻ്റെ വാല്യൂ നമുക്ക് ഇവിടെ കണ്ടുപിടിച്ച് കഴിഞ്ഞു. 2π കോൺസ്റ്റൻ്റ് ആണ്. എഫിൻ്റെ വാല്യൂ നമുക്കറിയാം 50 ആണെന്നറിയാം. അത് നമുക്ക് ഇൻഡക്റ്റൻസിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. ഇൻഡക്റ്റൻസ് എൽ എന്ന് പറഞ്ഞാൽ എക്സ് എൽ ഡിവൈഡ് ബൈ ഈ ടൈം 2π F എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിവൈഡ് ചെയ്തു. അപ്പോൾ ഈ എല്ലാ ടൈം നമുക്കറിയാം. നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിനകത്ത് ഇൻഡക്റ്റൻസിൻ്റെ വാല്യൂ കിട്ടും. ഇത് എന്ത് യൂണിറ്റാണ് നിങ്ങൾക്ക് ഇൻഡക്റ്റൻസ് കിട്ടുന്നത്? ഇൻഡക്റ്റൻസിൻ്റെ യൂണിറ്റ് നിങ്ങൾ പഠിച്ചാണല്ലോ, ഹെൻറി. അപ്പോൾ നിങ്ങൾ കിട്ടുന്ന വാല്യൂ ചിലപ്പോൾ മില്ലി ഹെൻറി, 10⁻³ ഹെൻറി ആയിരിക്കും. അത് നിങ്ങൾ മില്ലി ഹെൻറി എന്ന് എഴുതുക. അപ്പോൾ നമുക്ക് ഇൻഡക്റ്റൻസ് കിട്ടി, ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് കിട്ടി. ഇനി നമുക്ക് രണ്ട് ടൈം കൂടെ കണ്ടുപിടിക്കണം. പവർ ഫാക്ടർ ആംഗിൾ. പവർ ഫാക്ടർ ഇക്വേഷൻ നിങ്ങൾക്കറിയാം. കോസ് എന്ന് പറഞ്ഞാൽ R/Z, റെസിസ്റ്റൻസ് ബൈ ഇംപിഡൻസ്. റെസിസ്റ്റൻസ് നമുക്കറിയാം, ഇംപിഡൻസ് അറിയാം. അപ്പോൾ ഈ രണ്ട് ടൈം ഡിവൈഡ് ചെയ്ത് നമുക്ക് കോസ് ഫൈ അല്ലെങ്കിൽ പവർ ഫാക്ടർ എത്ര കിട്ടി. ഇത് നമുക്ക് പവർ ഫാക്ടറിൻ്റെ ആംഗിൾ കിട്ടാൻ, ഫൈ കിട്ടാൻ കോസ് ഇൻവേഴ്സ് R/Z. കോസ് ഇൻവേഴ്സ് R/Z കിട്ടുമ്പോൾ പവർ ഫാക്ടർ ആംഗിൾ എത്ര നമുക്ക് കിട്ടി. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കേണ്ട 4 ടൈം: ഇൻഡക്റ്റൻസ്, കോസ് ഫൈ അല്ലെങ്കിൽ പവർ ഫാക്ടർ ആംഗിൾ. ഈ 4 ടൈം നമ്മൾ കണ്ടുപിടിച്ചു. നമ്മുടെ ലാബ് ചെയ്ത് കണ്ടുപിടിച്ചത് ഇംപിഡൻസും റെസിസ്റ്റൻസും ചെയ്ത് ഈ 2 ടൈംസുമാണ്. ഈ 2 ടൈംസ് നമ്മൾ മെഷർ ചെയ്ത് കഴിയുമ്പോൾ ബാക്കി എല്ലാ ടൈംസും കണ്ടുപിടിക്കാൻ നമുക്ക് ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ റെക്കോർഡ് മെറ്റീരിയലിനകത്ത് തന്നേക്കുന്ന സാമ്പിൾ കാൽക്കുലേഷൻ അനുസരിച്ച് കണ്ടുപിടിക്കുന്ന വാല്യൂലും കണ്ടുപിടിക്കുക. നിങ്ങൾക്ക് ഈ എക്സ്പെരിമെൻറ്റ് ആവശ്യമായിട്ടുള്ള എക്യുപ്മെൻറ്റ്സ്, വോൾട്ട്മീറ്റർ നിങ്ങൾക്ക് 2 റേറ്റിംഗ് വേണം. അത് നിങ്ങളുടെ ഇംപിഡൻസ് കണ്ടുപിടിക്കാൻ ഒരു 0 to 250 വോൾട്ട് മൂവിങ് വോൾട്ട്മീറ്റർ വേണം. നമ്മുടെ രണ്ടാമത്തെ സർക്യൂട്ട്, റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സർക്യൂട്ട് ഒരു 15 വോൾട്ട് മൂവിങ് കോയിലും, അതേപോലെ അമ്മീറ്റർ നമ്മളൊരു 0 to 1 ആംപിയർ മൂവിങ് ചെയ്യാനും രണ്ടാം സർക്യൂട്ട് മൂവിങ് കോയിലും ഉപയോഗിക്കുന്നു. നമ്മുടെ RL ലോഡിൻ്റെ റെസിസ്റ്റൻസ് ആയിട്ട് 270 2 ആംപിയർ റിയോസ്റ്റേറ്റ് ഉപയോഗിക്കുന്നു. ഇത് നമ്മൾ ഫിക്സഡ് പൊസിഷനിലേക്ക് 2 കണക്ട് ചെയ്തിട്ടുണ്ട്. നമ്മളിവിടെ റെസിസ്റ്റൻസ് വേരി ചെയ്യുന്നൊന്നുമില്ല. നമ്മളൊരു ലോഡായിട്ട് മാത്രമാണ് ഇവിടെ റെസിസ്റ്റൻസ് റിയോസ്റ്റേറ്റ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫിക്സഡ് പൊസിഷൻ മാത്രമേ നമ്മൾ കണക്ട് ചെയ്യുക. ഇൻഡക്റ്റീവ് കോയിലിന് വേണ്ടി നമ്മളൊരു ട്രാൻസ്ഫോമർ, സിംഗിൾ ഫേസ് 115/230 വോൾട്ട് 2 kV ട്രാൻസ്ഫോമർ എടുത്തിട്ട് നമ്മൾ 230 വോൾട്ട് സൈഡായിരിക്കും നമ്മളിവിടെ കോയിലായിട്ട് കണക്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മൾ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്ന രീതിയിൽ ഒന്നുകിൽ നമുക്ക് 230 വോൾട്ട് സൈഡ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് 15 വോൾട്ട് ഇതിൽ ഏത് സൈഡ് വേണം നമുക്ക് എക്സ്പെരിമെൻറ്റ് ചെയ്ത് നമുക്ക് ആ സൈഡിലെ കോയിലിൻ്റെ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് കണ്ടുപിടിക്കാം. അതേപോലെ ഒരു ഓട്ടോ ട്രാൻസ്ഫോമർ നമുക്ക് AC സപ്ലൈ വേരി ചെയ്യാൻ വേണം. നമ്മുടെ DC സപ്ലൈ വേരി ചെയ്യാൻ വേണ്ടി ഒരു DC പവർ സപ്ലൈ നമ്മൾ നേരത്തെ എക്സ്പെരിമെൻറ്റ് ഉപയോഗിച്ചാണ് ആ പവർ സപ്ലൈ വേണം. അടുത്ത നമുക്ക് കണക്ഷനിലേക്ക് പോകും. അപ്പോൾ നമ്മുടെ കണക്ഷൻ്റെ ഡയഗ്രാം അനുസരിച്ച് നമ്മുടെ എല്ലാ എക്യുപ്മെൻറ്റും കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മുടെ RL സർക്യൂട്ടിന് വേണ്ടി റിയോസ്റ്റാറ്റും ട്രാൻസ്ഫോമറും, അതേപോലെ AC സപ്ലൈ നമ്മൾ ഇംപിഡൻസ് മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ AC സപ്ലൈ ആണ്, അതിന് ഓട്ടോ ട്രാൻസ്ഫോമറും കണക്ട് ചെയ്തേക്കുന്നു. അപ്പോൾ നമ്മൾ AC സപ്ലൈ വേരി ചെയ്യുമ്പോൾ നമ്മുടെ ഓട്ടോ ട്രാൻസ്ഫോമർ വേരി ചെയ്യുമ്പോൾ വോൾട്ട്മീറ്റർ അമ്മീറ്റർ വേരി ചെയ്ത് കാണാം. ഇനി അടുത്ത് നമ്മൾ ആദ്യം ഇംപിഡൻസ് മെഷർമെൻ്റ് ആണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഓട്ടോ ട്രാൻസ്ഫോമർ അവിടെ കണക്ട് ചെയ്തിട്ട് ആദ്യം നമ്മൾ വേരി ചെയ്ത് മാക്സിമം വോൾട്ടേജ് കൊണ്ട് വെച്ചിട്ട് നമുക്ക് വോൾട്ടേജിന് കുറച്ച് വരാം. നമ്മൾ വോൾട്ട്മീറ്റർ 300 റേഞ്ചിലാണ് കണക്ട് ചെയ്തേക്കുന്നത് കൊണ്ട് ഇപ്പം എടുത്തേക്കുന്ന റീഡിങ്ങിൻ്റെ നേരെ ഡബിൾ ആയിരിക്കും നമ്മൾ റീഡിങ് എടുക്കേണ്ടത്. 120 വന്നു, അപ്പോൾ 240 വോൾട്ട്. അമ്മീറ്റർ റീഡിങ് അപ്പോൾ 0.32 ആംപിയർ, അമ്മീറ്റർ 1 ആംപിയർ തന്നെ കണക്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ വോൾട്ട്മീറ്റർ അമ്മീറ്റർ റീഡിങ് നിങ്ങൾ ടാബ്ലറ്റ് കോളത്തിൽ നോട്ട് ചെയ്യുക. ഇനി അടുത്ത റീഡിങ്ങിന് വേണ്ടി നമ്മൾ വീണ്ടും ഓട്ടോ ട്രാൻസ്ഫോമർ കുറച്ച് വരുമ്പോൾ നമുക്കിവിടെ ഇതിനകത്ത് 110 വോൾട്ട് വരുന്ന നേരം 220 വോൾട്ട് വോൾട്ട്മീറ്റർ 300 റേഞ്ച് കണക്ട് ചെയ്തുകൊണ്ട് 200 വോൾട്ട് വരും. അതേപോലെ അമ്മീറ്ററിൻ്റെ റേഞ്ച് 0.24 ആംപിയർ ആയിട്ട് നിങ്ങൾക്ക് കാണാം. 0.25 ആംപിയർ നിങ്ങളത് ടാബ്ലറ്റ് കോളത്തിൽ നോട്ട് ചെയ്യുക. ഇനി മൂന്നാമത്തെ റീഡിങ് എടുക്കുക. വോൾട്ട്മീറ്റർ നമ്മൾ 200 വോൾട്ട് സെറ്റ് ചെയ്തു. കറണ്ടിൻ്റെ വരെ 0.2 ആംപിയറിന് സെറ്റ് ചെയ്തു. അപ്പോൾ ഈ 3 റീഡിങ് നോട്ട് ചെയ്തെടുക്കുക. ഇതിൽ നിങ്ങൾക്ക് ഇനി ഒരു റീഡിങ് കൂടെ നമുക്ക് എടുക്കാം. നമുക്ക് 180 വോൾട്ട്മീറ്റർ റീഡിങ് കിട്ടി. കറണ്ട് റേറ്റിംഗ് നമുക്ക് 0.1 ആംപിയർ. ഈ 4 റീഡിങ് നിങ്ങൾ ഡബിൾ കൊടുത്ത് നോട്ട് എടുക്കുക. വോൾട്ട് ബൈ കറണ്ട് ചെയ്ത് നമുക്ക് ഇംപിഡൻസ് കിട്ടും. ആവറേജ് ഇംപിഡൻസ് എടുത്താൽ നിങ്ങൾക്ക് ആവറേജ് ഇംപിഡൻസ് കാൽക്കുലേറ്റ് ചെയ്യുക. ഇനി അടുത്തത് DC സപ്ലൈ വേരി ചെയ്ത് വോൾട്ട്മീറ്ററിൻ്റെ റീഡിങ് നമ്മൾ ആദ്യം 12 വോൾട്ട്
സെറ്റ് ചെയ്ത് നോക്കുക. 12 വോൾട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറണ്ടിൻ്റെ റീഡിങ് നമുക്ക് നോക്കാം. 0.04 ആംപിയർ, 12 വോൾട്ട് 0.04 ആംപിയർ. ഇനി നമ്മൾ ഡി സി സപ്ലൈ നമുക്ക് വേരി ചെയ്ത് കറണ്ടിൻ്റെ റീഡിങ് വളരെ കുറവായിട്ട് നമുക്ക് കറണ്ടിൻ്റെ റീഡിങ്ങിനനുസരിച്ച് നമുക്ക് അടുത്ത റീഡിങ് എടുക്കാം. ഇനി അടുത്ത് നമ്മൾ 0.03 ആംപിയർ നമുക്ക് കറണ്ട് കൊണ്ടുവച്ച് നോക്കാം. 0.03 ആംപിയർ നമ്മൾ കറണ്ട് സെറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ വോൾട്ട് മീറ്റർ റീഡിങ് നോക്കുക. വോൾട്ട് മീറ്റർ റീഡിങ് നിങ്ങൾക്ക് അന്നേരം 10 വോൾട്ടായിട്ട് കാണാം. 10 വോൾട്ട് 0.03 ആംപിയർ. ഇനി അടുത്തത് 0.02 ആംപിയർ നമുക്ക് സെറ്റ് ചെയ്യാം. ഡി സി സപ്ലൈ കുറച്ച് നമ്മൾ ആംബീറ്റർ 0.02 ആംപിയർ സെറ്റ് ചെയ്തു. അപ്പോൾ നമുക്കുള്ള വോൾട്ട് മീറ്റർ റീഡിങ് നോക്കാം. വോൾട്ട് മീറ്റർ റീഡിങ് നമുക്ക് 7.2 വോൾട്ട്. ഇപ്പോൾ നമുക്ക് 3 റീഡിങ് കിട്ടി. ഈ 3 റീഡിങ് നമുക്ക് ആവറേജ് റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുക. ബാക്കി കാൽക്കുലേഷൻ റെസിസ്റ്റൻസും വോൾട്ടേജ് നമുക്ക് ഇംപെഡൻസ് കാൽക്കുലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ടോട്ടൽ ബാക്കി റീഡിങ് എടുക്കാം. എന്തെങ്കിലും സംശയമുള്ളവർ കമൻ്റായിട്ട് ചോദിക്കുക. താങ്ക് യു.